പാർലമെന്റിൽ നടന്ന സംഘർഷത്തിൽ ഒരു എംപിക്ക് പരിക്കേറ്റു. രാഹുൽ ഗാന്ധി മൂലമാണ് തനിക്ക് പരിക്കേറ്റത് എന്ന പരാതിയുമായി എത്തിയത് പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന എംപിയാണ്. ആരാണ് ഈ പ്രതാപ് ചന്ദ്ര സാരംഗി? മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, മത്സ്യബന്ധനം, ചെറുകിട ഇടത്തര സംരംഭങ്ങൾ എന്നീ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത ഒരു മുൻ സഹമന്ത്രി കൂടിയാണ് ഈ സാരംഗി. ഒഡീഷയിലെ ബലസോറിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ, അവിടെ നിന്നുള്ള എംപി, BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം, ഒഡീഷ നിയമസഭയിലേക്ക് 2 തവണ ജയിച്ച വ്യക്തി. 2004-ലും 2009-ലും നീൽഗിരി മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് കമ്മ്യൂണിറ്റി ഫണ്ടഡ് ഏകാധ്യാപക വിദ്യാലയങ്ങളിലൂടെയാണ്. അതായത് ഒരു അധ്യാപകനുള്ള വിദ്യാലയങ്ങൾ എന്ന നൂതന ആശയം അദ്ദേഹം ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പിലാക്കി. പ്രാഥമിക വിദ്യാഭ്യാസം സാധാരണക്കാരിൽ, പ്രത്യേകിച്ച് പാവങ്ങളിൽ എത്തിച്ചു. അത് വിപ്ലവം സൃഷ്ടിച്ചു. ബിരുദം പൂർത്തിയാക്കിയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിയത്. കുട്ടിക്കാലം മുതൽ സാരംഗി ഒരു ആത്മീയ അന്വേഷിയായിരുന്നു. അദ്ദേഹത്തിന് ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. രാമകൃഷ്ണ മഠത്തിൽ സന്യാസിയാകാൻ ആഗ്രഹിച്ചു. പശ്ചിമ ബംഗാളിൽ ചെന്ന് അദ്ദേഹം രാമകൃഷ്ണാശ്രമത്തിന്റെ ബേലൂർ മഠത്തിൽ സന്ദർശിച്ചു. അവിടെ അദ്ദേഹം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ മറ്റു സന്യാസിമാർ അദ്ദേഹത്തെ പറ്റി ചോദിച്ചറിയുകയും അദ്ദേഹത്തിന് ഒരു അമ്മയുണ്ട്, ആ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ തിരികെ പോയി അമ്മയെ നോക്കാൻ അവിടുത്തെ സന്യാസിമാർ ഉപദേശിച്ചു. കാരണം അമ്മയെ ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് വരുന്നത് ശരിയായൊരു രീതിയല്ല എന്ന് അദ്ദേഹത്തെ അവിടെയുള്ളവർ ഉപദേശിച്ചു. അങ്ങനെയാണ് സാരംഗി ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തിയത്. അവിടെ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. തുടക്കത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ ജില്ലാ വോളണ്ടിയറായി, പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്രംഗ് ദളിൻ്റെയും ഒക്കെ നേതാവായി. ബാലസോറിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്, പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ. അവിടെ ഈ ആദിവാസികൾക്ക് അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതിനൊക്കെ അദ്ദേഹം തൻ്റെ ജീവിതത്തിന് നല്ലൊരു ഭാഗം കുഴിഞ്ഞുവെച്ചു. 2014-ൽ അദ്ദേഹം പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പക്ഷേ തോറ്റു. പിന്നീട് വീണ്ടും അടുത്ത തവണ 2019-ൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും കാലെടുത്തു വെച്ചു. പിന്നീട് അദ്ദേഹം വിജയിച്ചു. ഇതിൽ ഒരു കാര്യം, അദ്ദേഹം വളരെ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ചൊരാളായിരുന്നു. പക്ഷേ മത്സരിച്ചതെല്ലാം ബഹുശത കോടീശ്വരന്മാരോടാണ്. അങ്ങനെ അവരെയെല്ലാം തോൽപ്പിച്ചാണ് അദ്ദേഹം ജനവിധി തനിക്കൊപ്പമാണ് എന്ന് തെളിയിച്ചത്. പക്ഷേ അദ്ദേഹം ചില വിവാദങ്ങളിലും ചെന്ന് കുടുങ്ങിയിരുന്നു. പക്ഷേ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന, സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന, ഓലമേഞ്ഞ വീട്ടിൽ താമസിക്കുന്ന ഒരു നേതാവിനെ ആ ഒറീസ എന്ന സംസ്ഥാനം വലിയ തോതിൽ അംഗീകരിച്ചു. അദ്ദേഹത്തിന് ഒരു ഋഷിതുല്യമായ പരിവേഷം നൽകി.